ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് എന്നുള്ളത്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകുന്നതിന് ഞങ്ങളും ഒരു നിമിത്തമാകട്ടെ. ഹലോ, നമസ്കാരം. ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്ക് വളരെ അടുത്ത് മൂക്കന്നൂർ എന്ന ലൊക്കേഷനിലുള്ള ഒരു 13.5 സെന്റ് സ്ഥലത്ത് 2700 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ്. ഈ വീടിന്റെ മുന്നിലൂടെ അതിവിശാലമായ ഒരു ടാറിംഗ് റോഡാണ് കടന്നു വരുന്നത്. ഈ വീടിന് നല്ലൊരു എലിവേഷനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല കളർ കോമ്പിനേഷനിൽ പെയിന്റിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു സുന്ദര മനോഹരമായ ഒരു വീട് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വീടിൻ്റെ മുൻഭാഗത്തായി നല്ലൊരു കോമ്പൗണ്ട് വാൾ കൊടുത്ത് ഒരു ഫോൾഡിംഗ് ഗേറ്റും ഒരു സ്ലൈഡിംഗ് ഗേറ്റുമാണ് മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. ഏതൊരു വലിയ വാഹനത്തിനും വീട്ടിലേക്ക് കടന്നു വരാൻ പാകത്തിലാണ് ഈ ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഈ ഭാഗത്തായി ഒരു ചെറിയ ഒരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചാൽ മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു വിശാലമായ ഒരു മുറ്റമാണ് നമുക്ക് കിട്ടുന്നത്. ഈ മുറ്റത്ത് 4 5 അതിലധികമോ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ ഒരു കോമ്പൗണ്ട് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 1 2 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കവേർഡ് കാർപോർച്ചാണ് നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ മുൻഭാഗത്തായി ഏതൊരു കാലാവസ്ഥയിലും വറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി വിശാലമായ മനോഹരമായ ഒരു സിറ്റ് ഔട്ടാണ്. 2 സ്റ്റെപ്പുകൾ കൊടുത്ത് മാർബിൾ വിരിച്ച് അതിന് ചുറ്റിലും ഗ്രാനൈറ്റ് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പില്ലറുകളിലെല്ലാം ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഫ്രണ്ട് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെയും കാർ പോർച്ചിൻ്റെയും ചുമരുകളിൽ വുഡ് പാനൽ ചെയ്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ വളരെ വിശാലമായ ഒരു ലിവിംഗ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ലിവിംഗ് ഏരിയയുടെ ഈ ഭാഗത്തായി
വളരെ വലിപ്പമുള്ള ഒരു ടി വി യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്ലോറിങ്ങിലെല്ലാം നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ടൈൽ വർക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സീലിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് വളരെ ഭംഗിയായിട്ടുള്ള ഈ ലിവിംഗ് ഏരിയയിൽ കാണാൻ സാധിക്കുന്നത്. ആണ് വിശാലമായ ഡൈനിങ് ഏരിയയുടെ സ്ഥാനം. ഡൈനിങ് ഏരിയയുടെ ചുമരുകളിലെല്ലാം വുഡ് പാനൽ പോലെ വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ചുമരുകളിലെല്ലാം നല്ല വർക്കുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി മനോഹരമായ ഒരു വാഷ് ഏരിയയാണ് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഇവിടെയായി ഒരു സെപ്പറേറ്റ് ഒരു ഏരിയയാണ്. ഈ ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റ് ആണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വീടിനകത്തേക്ക്. പകൽ സമയത്ത് ലൈറ്റ് ഇല്ലെങ്കിലും നമുക്കിവിടെ ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഏരിയ കോർട്ട്യാർഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫാമിലി ലിവിംഗ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്നും വെളിയിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി വളരെ വിശാലമായ ഒരു വരാന്ത ഇവിടെയും കിട്ടുന്നു. ഇവിടെയാണ് ഈ വീടിൻ്റെ വളരെ ഭംഗിയുള്ള ഒരു ഓപ്പൺ കിച്ചൺ കിട്ടുന്നത്. ഓപ്പൺ കിച്ചൻ്റെ ഈ ഭാഗത്തായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് പ്രവേശിച്ചാൽ നിറയെ കബോർഡ് വർക്കുകൾ ചെയ്ത് നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് ഭംഗിയാക്കി തീർത്തിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെയാണ് സിങ്കിൻ്റെ സ്ഥാനം. ഇവിടെയായി നിറയെ ക്രോക്കറി ഷെൽഫുകളും എല്ലാം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയുമായി നിറയെ സ്റ്റോറേജ് ഏരിയയാണ് ഈ കിച്ചണിൽ നമുക്ക് ലഭിക്കുന്നത്. കിച്ചൺ കൗണ്ടറിൻ്റെ ടോപ്പായി കൊടുത്തിരിക്കുന്നത് നാനോ വൈറ്റിലാണ്. വളരെ വെണ്മയോടുകൂടി വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു കിച്ചൺ ടോപ്പാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. വർക്ക് ഏരിയയുടെ സ്ഥാനം അല്ലെങ്കിൽ സെക്കൻഡ് കിച്ചൺ എന്ന് വേണമെങ്കിൽ പറയാം. നിറയെ സ്റ്റോറേജ് ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയുമായി ധാരാളം സ്റ്റോറേജ് ഏരിയ ഇവിടെയുണ്ട്. ഇവിടെയും നാനോ വൈറ്റിലാണ് കിച്ചൺ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും വെളിയിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ വർക്ക് ഏരിയയുടെ പിന്നിലേക്ക് വന്നാൽ ഈ ഭാഗത്തായി നിറയെ ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് പച്ചക്കറി തോട്ടമോ ഗാർഡനോ എല്ലാം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെയാണ് ഒന്നാമത്തെ ബെഡ്റൂം. വളരെ സ്പേഷ്യസ് ആയ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായി 3 പാളികളിലുള്ള ധാരാളം സ്റ്റോറേജ് ഏരിയയുള്ള വാർഡ്രോബുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമാക്കി വച്ചിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഡൈനിങ് ഏരിയയുടെ വാഷ് ഏരിയയുടെ തൊട്ടടുത്തായി ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെയാണ് നമുക്ക് വിശാലമായ രണ്ടാമത്തെ ബെഡ്റൂം കിട്ടുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. 2 പാളികളിലായി നിറയെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബാണ് നമുക്കിവിടെ കിട്ടുന്നത്. മിററെല്ലാം കൊടുത്ത് ഒരു ഡ്രസ്സിങ് ഏരിയയും നമുക്കിവിടെ ലഭിക്കുന്നു. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ വാഷ്റൂം കിട്ടുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് കൊടുത്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ളതും സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ ഹാൻഡ് റെയിൽ കൊടുത്ത് അതിന് മുകളിൽ വുഡ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. മുകളിലേക്ക് കയറി വരുമ്പോൾ ഈ ഭാഗത്തായി വിശാലമായ ഒരു വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും ഒരു വുഡ് പാനലിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട് ഈ ഏരിയ. മുകളിലേക്ക് കടന്നു വന്നാൽ വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. വളരെ വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്.
രണ്ട് പാളികളിലായി നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള വലിയ ഒരു വാർഡ്രോബാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയായി അതിവിശാലമായ വലിപ്പമുള്ള ഒരു വാഷ്റൂം നമുക്കിവിടെ കിട്ടുന്നു. ഈ വാഷ്റൂമിന്റെ ചുമരുകളിലെല്ലാം ടൈൽ വർക്കുകൾ ചെയ്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെയും അതിവിശാലമായ ഒരു ബെഡ്റൂമാണ് നാലാമത്തെ ബെഡ്റൂം നമുക്കിവിടെ കിട്ടുന്നത്. നാലാമത്തെ ബെഡ്റൂമിന്റെ ഈ ഭാഗത്തായി വലിപ്പമുള്ള 3 പാളികളിലായി നിറയെ സ്റ്റോറേജ് ഏരിയ ഉള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ കിട്ടുന്നത്. മുകളിലും താഴെയുമായി നിറയെ സ്റ്റോറേജ് ഏരിയ ഇവിടെ നമുക്ക് ലഭിക്കുന്നു. ഇവിടെയായി ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി നമുക്കിവിടെ ലഭിക്കുന്നു. ഇവിടെയാണ് വിശാലമായ വാഷ്റൂമിന്റെ സ്ഥാനം. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ ഒരു എൻട്രൻസ് യൂട്ടിലിറ്റി ഏരിയ, അതായത് ഒരു ഓപ്പൺ ടെറസ് ഏരിയ ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഓപ്പൺ ടെറസ് ഏരിയ കവേർഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായി വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിന് പ്രത്യേകം ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്ലഗ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് സൂര്യപ്രകാശം വീട്ടിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു പർഗോള ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് മറ്റൊരു എൻട്രൻസ് ഫ്രണ്ട് ബാൽക്കണിയിലേക്കാണ്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഫ്രണ്ട് ബാൽക്കണി തന്നെയാണ് എന്ന് പറയാം. വളരെ വിശാലമായ ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ നിന്നാൽ വീടിൻ്റെ മുൻഭാഗവും റോഡും മറ്റു വീടുകളും പ്രകൃതിയും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഫ്രണ്ട് ബാൽക്കണി നിർമ്മിച്ചിട്ടുള്ളത്.
കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും 10 കിലോമീറ്ററും അങ്കമാലി ടൗണിലേക്ക് 5 കിലോമീറ്ററും നാഷണൽ ഹൈവേയിലേക്ക് 3 കിലോമീറ്ററും മൂക്കന്നൂർ ടൗണിലേക്ക് വെറും 2 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. നിർദ്ദിഷ്ട അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിലേക്ക് വെറും 2 കിലോമീറ്ററാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ വളരെ അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്തതും പ്രകൃതി രമണീയമായതുമായ ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ ഓരോ വർക്കുകളും അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ വീടിൻ്റെ ഉടമ നിർവഹിച്ചിട്ടുള്ളത്. നഗരഹൃദയത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട കോണുകളിലേക്കും വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. സിറ്റി ലൈഫിൽ നിന്നുകൊണ്ട് തന്നെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇത്. പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും താമസത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി തന്നെയാണിത്. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് കുറച്ചു മാറി നാട്ടിൻപുറത്തിലെ സ്വസ്ഥതയും സമാധാനത്തിലും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അതും തൊട്ടടുത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടി. എങ്കിൽ ഇതാണ് നിങ്ങൾ തേടുന്ന ആ വീട്. എറണാകുളം ജില്ലയിൽ അങ്കമാലി ടൗണിന് വളരെ അടുത്തായി മൂക്കന്നൂർ എന്ന ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ പുതുപുത്തൻ വീടിന് ഉടമ ചോദിക്കുന്ന വില 1,40,00,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനും ഈ പ്രോപ്പർട്ടി വാങ്ങുന്നതിനും മറ്റ് പ്രോപ്പർട്ടികളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.